ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്താം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കരിയറിലോ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത നല്ല വഴികളിലോ പ്രതിസന്ധികളുണ്ടായപ്പോൾ നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് പിന്മാറാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? കൂടെ ഉണ്ടായിരുന്നവർ ഓരോരുത്തരായി നമ്മെ തനിച്ചാക്കി കടന്നു പോകുമ്പോൾ ആ ഒറ്റപ്പെടലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നമ്മൾ തളർന്നിട്ടുണ്ടോ? പ്രിയ സഹോദരി സഹോദര, ലോകം മുഴുവൻ നമ്മെ വിട്ടുപോയാലും മാഞ്ഞു പോകാത്ത ഒരു വലിയ ലക്ഷ്യബോധവും നിലപാടുകളും നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ ഉറപ്പിച്ചു നിർത്താമെന്ന് പഠിപ്പിക്കുന്ന അതിശക്തമായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ 6:69 വചനം ഇപ്രകാരമാണ്: നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കൺമുൻപിൽ കണ്ട വലിയൊരു ജനക്കൂട്ടം മുഴുവൻ യേശുവിനെ ഉപേക്ഷിച്ചു പോയപ്പോൾ ശിഷ്യന്മാർ എടുത്ത വിപ്ലവാത്മകമായ ഒരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലമാണിത്. ഗലീല കടലിൻ്റെ തീരത്തുള്ള കഫർനഹൂമിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. തൊട്ടു മുമ്പത്തെ ദിവസം യേശു 5000 പേരെ അത്ഭുതകരമായ അപ്പം നൽകി പോഷിപ്പിച്ചു. സമൃദ്ധമായ ഭക്ഷണം നൽകി അവരെ തൃപ്തിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ വെറുതെ ആഹാരം കിട്ടാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് യേശുവിൻ്റെ പുറകിൽ അന്ന് നടന്നത്. എന്നാൽ യേശു അവർക്ക് ഭൗതികമായ നന്മകൾക്കപ്പുറം കഠിനമായ അല്ലെങ്കിൽ വ്യക്തമായ ആത്മീയ സത്യങ്ങൾ ഉപദേശിക്കാൻ തുടങ്ങിയപ്പോൾ ആ ജനക്കൂട്ടത്തിന് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വചനം പറയുന്നു, അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അവനെ വിട്ടുപോയി, പിന്നെ അവര് അവനോട് കൂടെ നടന്നതുമില്ല എന്ന്. ആ വലിയ ജനക്കൂട്ടം മുഴുവൻ പിന്തിരിഞ്ഞു പോയപ്പോൾ യേശു തൻ്റെ 12 ശിഷ്യന്മാരെ നോക്കി ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ പാടില്ലേ, പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന്. അവിടെയാണ് പത്രോസ് മുന്നോട്ട് വന്ന് ഈ അമരവാക്യം പ്രഖ്യാപിക്കുന്നത്: കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്നും ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദര, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രചോദനം എന്താണ്? ഒരിക്കലും ആൾക്കൂട്ടത്തിന്റെ പുറകെ പോകരുതെന്നാണ്. ആൾക്കൂട്ടങ്ങൾ എപ്പോഴും സ്വാർത്ഥതയുള്ളവരാണ്. അവർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ അവർ നമ്മുടെ കൂടെ നിൽക്കും. എന്നാൽ ഒരു കഠിനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ നമ്മെ ഒറ്റപ്പെടുത്തി കടന്നു കളയും. എന്നാൽ ഒരു യഥാർത്ഥ വിജയി എന്ന് പറയുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. ലോകം മുഴുവൻ വഴി മാറി ചിന്തിച്ചാലും ഞാൻ തിരഞ്ഞെടുത്ത ഈ സത്യത്തിൻ്റെ വഴിയിൽ നിന്നും ഞാൻ പിന്മാറില്ല എന്നൊരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. മറ്റുള്ളവരുടെ കയ്യടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മൂല്യങ്ങളെ പണയം വയ്ക്കരുത്. ഇവിടെ നമുക്കുള്ള പ്രധാന സന്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. 1, മറ്റുള്ളവർ വിട്ടുപോകുമ്പോഴും യഥാർത്ഥ വിശ്വാസം നിലനിൽക്കും. അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ജനങ്ങൾ യേശുവിനെ പിന്തുടർന്നു. എന്നാൽ പരീക്ഷണങ്ങൾ വന്നപ്പോൾ അവർ വിട്ടുപോയി. ഇന്ന് പലരും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നു. പ്രശ്നങ്ങൾ വന്നാൽ ആ വിശ്വാസം അതേപോലെ തന്നെ ക്ഷയിച്ചു പോകുന്നു. പത്രോസ് നമ്മെ പഠിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസം സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നതല്ല എന്നതാണ്. രണ്ടാമതായി, വിശ്വാസം വികാരമല്ല, ഉറച്ച ബോധ്യമാണ്. എബ്രായർ 11:1 പറയുന്നത് പോലെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ വിശ്വാസവും അറിവും ഒരുമിക്കുന്നു. അവൻ കേട്ടത് മാത്രമല്ല, അവൻ അനുഭവിക്കുക കൂടെ ചെയ്തു. യേശുവിനോടൊപ്പം നടന്നു, അത്ഭുതങ്ങൾ കണ്ടു. അതിനാൽ അവൻ്റെ വിശ്വാസം ഒരു ഉറച്ച ബോധ്യമായി മാറി. മൂന്നാമതായിട്ട്, യേശുവാണ് നിത്യജീവന്റെ ഏക ഉറവിടം. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഈ ചോദ്യം ഇന്നും പ്രസക്തമാണ്. ലോകസമാധാനം അന്വേഷിക്കുന്ന പണത്തിലും പ്രശസ്തിയിലും അധികാരത്തിലും ഒക്കെയാണ്. എന്നാൽ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ദാഹം ശമിപ്പിക്കാനായിട്ട് കഴിയുന്നത് യേശുക്രിസ്തുവിന് മാത്രമാണ്. ഈ ചോദ്യം
നമ്മോട് തന്നെ നമ്മളൊന്ന് ചോദിച്ചു നോക്കൂ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകണം? ഈ ചോദ്യം ഇന്നും പ്രസക്തമാണ്. നമ്മൾ ആരുടെ അടുക്കൽ പോകണം? ആരുടെ അടുക്കൽ പോകണം എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയൊരു അറിവ്. നിത്യജീവൻ ആരുടെ അടുത്താണ് കിട്ടുന്നത്? അതാണ് പറയുന്നത്, യേശു ക്രിസ്തുവാണ് ഈ ലോകത്തിൻ്റെ നിത്യജീവൻ. നാലാമതായിട്ട് ബോധ്യം സമർപ്പണത്തിലേക്ക് നയിക്കുന്നു. പത്രോസ് യേശുവിന് വെറും ഒരു ഗുരുവായിട്ട് കണ്ടില്ല. അവൻ തൻ്റെ ജീവിതം തന്നെ യേശുവിന് സമർപ്പിക്കുകയാണ്. അതിനു മുമ്പ് തള്ളി പറഞ്ഞെങ്കിലും, അവൻ അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും, അവൻ തൻ്റെ പാപം ഏറ്റു പറഞ്ഞ് കർത്താവിനോട് കൂടിയായി, കർത്താവിന് വേണ്ടി ജീവിക്കുകയാണ്. പൂർണ്ണമായിട്ട് സമർപ്പണം. നമുക്കും ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ അറിവ് ജീവിത സമർപ്പണമായി മാറ്റണം. അഞ്ചാമതായി, ഉറച്ച വിശ്വാസമുള്ളവരെയാണ് ലോകം തേടുന്നത്. ഇന്ന് ലോകം അനിശ്ചിതത്വം നിറഞ്ഞതാണ്. മൂല്യങ്ങളും അഭിപ്രായങ്ങളും മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ വിശ്വാസികൾ ഉറച്ചു നിൽക്കണം. എന്തിലാണ് ഉറച്ചു നിൽക്കേണ്ടത്? അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന പത്രോസിന്റെ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിലും പ്രഖ്യാപനമാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അതായിരിക്കണം. കാരണം ലോകം മുഴുവൻ നമ്മെ തള്ളിപ്പറഞ്ഞാലും നമ്മെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ള, മരണത്തെ പോലും കീഴ്പ്പെടുത്തിയ യേശു ക്രിസ്തു വെറും ഒരു വഴി കാണിച്ചു തന്നവനല്ല. യോഹന്നാൻ 14:6 പറയുന്നത് പോലെ അവൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, അതുകൊണ്ട് ഇന്ന് സാഹചര്യങ്ങളെ കണ്ട് ഭയന്ന് പിന്മാറരുത്. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുക, ഉറപ്പിക്കുക. എല്ലാവരും പിന്തിരിഞ്ഞ് ഓടുമ്പോഴും നമ്മൾ ആത്മാർത്ഥതയോടെ ഉറച്ചു നിൽക്കുക. നമ്മുടെ വിശ്വസ്തതയ്ക്ക് ദൈവം വലിയ പ്രതിഫലം നൽകും, ഇന്നല്ലെങ്കിൽ നാളെ. മറ്റുള്ളവർ വിട്ടുപോയാലും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഇന്നും യേശു നമ്മോട് ചോദിക്കുന്നു, നിങ്ങളും പോകുവാൻ ഇച്ഛിക്കുന്നുണ്ടോ? നമുക്കും പത്രോസിനെ പോലെ മറുപടി പറയാം, ഇല്ല കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ നിന്റെ പക്കലാണല്ലോ. ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തും ഞങ്ങൾക്ക് ശരണമായി ആശ്രയിപ്പാൻ ആരുമില്ല, നീ മാത്രമാകുന്നു എന്ന് ഉറച്ച് വിശ്വസിച്ച് പറയണം. കാരണം അത് നമ്മുടെ അറിവാണ്. നമ്മുടെ വിശ്വാസം മാത്രമല്ല, നമ്മുടെ അറിവും കൂടിയാണ്. നമ്മുടെ വിശ്വാസം ശക്തമാകട്ടെ, നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധനായ ആ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് നമ്മുടെ ജീവിത അവസാനം വരെ അവനെ അനുഗമിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, ഈ സുപ്രഭാതത്തിനായി, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസവും കൂടെ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിച്ചോ സമൃദ്ധമായി പരിപാലിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും, അത് പങ്കുവയ്ക്കുന്ന എല്ലാവരെയും കർത്താവ് ഈ നിമിഷത്തിൽ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, നിന്റെ നിർമ്മല ഹൃദയം അവർക്ക് നൽകി കർത്താവെ അവരെ നിന്റെ ചെറിയന്മറവിൽ മറച്ചുകൊള്ളണമേ. അവർ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിന്റെ രക്തവളപ്പിൽ അവരെ സംരക്ഷിച്ചു കൊള്ളണമേ കർത്താവെ. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന പലരെയും കർത്താവെ ഞങ്ങൾ കാണുന്നു. വിശ്വാസം എന്താണ് എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും പലപ്പോഴും ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് വ്യതിചലിച്ച് ഞങ്ങൾ പോകുന്നു കർത്താവേ. ഞങ്ങൾക്ക് നീ മാത്രമാണ് ദൈവമെന്നും ഞങ്ങളുടെ ശരണം നീ മാത്രമാണെന്നും നിത്യജീവൻ പ്രാപിപ്പാൻ നീ മാത്രമാണെന്നും അറിയാം. ഞങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങൾ അത് മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ ചിന്തകൾ മാറിപ്പോകുന്നു. ഞങ്ങൾ നിന്നെ സംശയിച്ചു പോകുന്നു. പലപ്പോഴും നിന്നെ സംശയിച്ചു പോകുന്നു. അടിയങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. അടിയങ്ങൾ ബലഹീനരാകുന്നുവല്ലോ കർത്താവേ. വെറും മനുഷ്യരെ കർത്താവേ എത്രമാത്രം ഉറച്ചു നിന്നാലും പലപ്പോഴും പിശാച് ഞങ്ങളെ മാറ്റി ചിന്തിപ്പിക്കുവാൻ ഇടവരുത്താറുണ്ട് കർത്താവേ. പൂർണ്ണമായി നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ഭരമേൽപ്പിക്കുന്നു. നിന്നിൽ അടിയുറച്ച് വിശ്വസിച്ച് നിന്നെ അറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ വൻ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർ എവിടെ പോയാലും കർത്താവേ, അവിടെയാണ് ദൈവം, ഇവിടെയാണ് ദൈവം എന്ന് പറഞ്ഞ് പലപ്പോഴും പലരും ഞങ്ങളെ
പ്രലോഭിപ്പിച്ചിട്ടുണ്ട് കർത്താവെ. അതിലൊന്നും അകപ്പെട്ടു പോകാതെ കർത്താവെ, ഞങ്ങളായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ കർത്താവാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത അവസാനം വരെ നിന്നെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഏറെയാണ് കർത്താവെ. പലപ്പോഴും കർത്താവെ നിന്നെ മറന്നുപോയി, നിങ്ങളെ അനുസരിച്ചില്ല, സംശയത്തോടുകൂടെ ഞങ്ങൾ നോക്കി. എല്ലാ അടിയങ്ങളോട് പുറക്കണമേ, അടിയങ്ങളെ ശുദ്ധീകരിക്കണമേ, ഹിമം പോലെ വെളുപ്പിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയണമേ. കർത്താവെ, നിന്റെ രക്തവളപ്പിൽ ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. കർത്താവെ, നിന്റെ മക്കൾ ഓരോരുത്തരും ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിന്റെ തൃപാദത്തിലേക്ക് അവരെ ഭരമേൽപ്പിക്കുന്നു. ഹൃദയ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, സന്തോഷം നിറഞ്ഞ് കവിയണമേ കർത്താവെ. അവർക്ക് സമൃദ്ധമായി നൽകണമേ. ആത്മീയവും ഭൗതികമായ അനുഗ്രഹങ്ങളെ 100 മേനിയായി വിളവ് അവർക്ക് കൊടുക്കണമേ കർത്താവെ. നിന്റെ തൃപ്പാദത്തിലേക്ക് നിന്റെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും, അവരുടെ എല്ലാ ആവശ്യങ്ങളെയും, അവരുടെ എല്ലാ സങ്കടങ്ങളെയും അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിലേക്ക് ഇപ്പോൾ തന്നെ സമർപ്പിക്കുന്നു. അഭിഷേകം ചെയ്യണമേ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ വെറും ജൽപ്പനങ്ങളായി തീരാതെ നിന്റെ അനുഗ്രഹ സമൃദ്ധമായ ജീവിതത്തിൽ കർത്താവ് ജീവിപ്പാൻ, ആ സന്തോഷത്തിലായിരിക്കാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ മക്കളെ അവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, അവരുടെ പങ്കാളികളെ സമർപ്പിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, അവരുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, അവർ കൊടുത്തിരിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിക്കുന്നു, അവർ കൊടുത്തിരിക്കുന്ന ചാർച്ചക്കാരെ കൂട്ടുകാരെ സമർപ്പിക്കുന്നു, അവർ കൊടുത്തിരിക്കുന്ന ജോലിയെ സമർപ്പിക്കുന്നു. അവരുടെ വേദനകൾ ഓരോരുത്തരും ആയിരിക്കുന്ന മേഖലകളിൽ നീ തൊട്ട് കർത്താവെ അവർക്ക് കൃപ നൽകി അവരെ ആശ്വസിപ്പിക്കണമേ. അവർക്ക് തീരാ രോഗങ്ങൾ വന്നിട്ടുണ്ടല്ലോ കർത്താവെ. പലരും മാനസികമായി തകർന്നിരിക്കുകയാണല്ലോ കർത്താവെ. ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ കർത്താവെ. പല വേദനകളിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിലും കർത്താവെ, നിനക്ക് തൊട്ട് സൗഖ്യമാക്കുവാൻ, സന്തോഷം കൊടുപ്പാൻ, ആശ്വാസം കൊടുപ്പാൻ നിനക്ക് സാധിക്കും. അവരെ നീ അഭിഷേകം ചെയ്യണമേ. ഈ നിമിഷം അവരെ നീ അനുഗ്രഹിക്കണമേ. അവർ എത്ര വലിയ സങ്കടങ്ങളായാലും, എത്ര വലിയ പ്രശ്നങ്ങളായാലും നീ തീർത്തു കൊടുക്കണമേ കർത്താവെ. സന്തോഷ സമാധാനം കൊടുക്കണമേ. രോഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്നു വിടുതൽ നൽകണമേ കർത്താവ്. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ. ദമ്പതിമാരെ അഭിഷേകം ചെയ്യണമേ. മാതാപിതാക്കളെ സംരക്ഷിച്ചു കൊള്ളണമേ. യുവതി യുവാക്കളെ നിന്റെ ചിറകിൻ മറവിൽ മറയ്ക്കണമേ. ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. അവരെ നീ അഭിഷേകം ചെയ്തു കൊടുക്കണമേ കർത്താവ്. പോകുന്ന വഴികളെ നീ കാണിച്ചു കൊടുക്കണമേ. നിന്റെ ശബ്ദം കേട്ട് ജീവിപ്പാൻ അവരെ നീ അഭിഷേകം ചെയ്യണമേ. പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇറങ്ങി വന്ന നിന്റെ മക്കളെല്ലാവരെയും അവരോരായിരിക്കുന്ന സന്ദർഭങ്ങളിൽ നീ അഭിഷേകം ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. എല്ലാ നന്മകൾക്കുമായി നന്ദിയോടെ സ്തോത്രം. ഇറങ്ങിയോ നിങ്ങൾ പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.